ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നെയ്പ്പത്തിലും ബീഫിനും ഓർഡർ ഉള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊന്ന് കാണാം. ഇതിനായിട്ട് 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അതൊന്ന് വെള്ളം വാറാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം അതൊക്കെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തു. പിന്നെ 2 തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 സവാള അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5 സ്പൂൺ മല്ലിപ്പൊടിയും 5 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കുക്കറിൻ്റെ മൊഞ്ചൊന്നും നിങ്ങൾ നോക്കണ്ട, അത് കയ്യും കാലില്ലാത്ത വികലാംഗ പെൻഷന് അപേക്ഷ കൊടുത്തിട്ട് നിൽക്കുന്ന കുക്കറാണ്. അപ്പോൾ അതൊന്ന് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് 5 വിസിൽ വരുന്നത് വരെ കാത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നെയ്പ്പത്തിലിനുള്ള തേങ്ങ ചിരകിയെടുക്കാം. ഗ്രൈൻഡറിലാണ് ചിരകിയെടുക്കുന്നത്. അപ്പം ഗ്രൈൻഡറിൽ ചിരകിയെടുക്കുന്നതുകൊണ്ട് കുറച്ച് ആവശ്യത്തിലധികം എടുത്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കാമല്ലോ, ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളെ പുഴുങ്ങലരിയും പച്ചരിയും കൂടിയിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു മുറി തേങ്ങ കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 സവാള അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തു. പിന്നെ വലിയ ജീരകം അതിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ട് കുറച്ചായിട്ട് ഇട്ട് അരച്ചെടുക്കണം. എന്താ വെച്ചാൽ വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിടുക. ഒരു കുറച്ച് വെള്ളം ചേർത്തത്. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം മതിയാതെ അരച്ചിട്ടെടുക്കണം. ഒരു 3/4 മതി പിന്നെ അരഞ്ഞോടും അങ്ങനെ ആയിട്ട് അതെടുത്ത് ഇതുപോലെ കുഴച്ചങ്ങ് എടുക്കുക. പിന്നെ അതിന് ഒരു ഉരുളെടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വരുമ്പം തിരിച്ചു മറിച്ചിട്ടൊന്ന് മൊരിച്ചിട്ട് കോരി മാറ്റുക. അപ്പോൾ നെയ്പ്പത്തിലെന്ന് പറഞ്ഞാൽ തീപ്പത്തിലാണ്. നല്ലോണം തീ ഉണ്ടെങ്കിലേ നെയ്പ്പത്തിൽ ശരിയായിട്ട് വരും. പല ആൾക്കാരും പലതരത്തിൽ നെയ്പ്പത്തിൽ ചൂടും. പക്ഷേ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അരിപ്പൊടിയിലും പല വിധത്തിലും ഗോതമ്പ് പൊടിനെ കൊണ്ടും റവനെ കൊണ്ടും ഒക്കെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേങ്കിൽ ടേസ്റ്റി ആയിട്ടില്ല നെയ്പ്പത്തിൽ ഉണ്ടാക്കൽ. എങ്ങനെയൊക്കെയാണ് നല്ല ടേസ്റ്റാണ് നെയ്പ്പത്തിൽ. അപ്പോൾ ഇത് ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അങ്ങനെ നെയ്പ്പത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേ ഉരുളി തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. പിന്നെ അതിലേക്ക് ബീഫ് മസാല, പിന്നെ ഗരം മസാല, പിന്നെ കസൂരി മേത്തി, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്ത്, കുരുമുളക് പൊടിയും അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് ഇങ്ങനെ ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.